അപ്പൊ എനിക്ക് ഖുറാനിലെ ശാസ്ത്ര സത്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. പറഞ്ഞോ. ഖുറാനിലെ ശാസ്ത്ര സത്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അമേരിക്കയിൽ നിന്നൊരു ഡോക്ടർ വന്നു നമ്മുടെ ശാന്തം പറഞ്ഞു. എന്നാലൊന്ന് കണ്ടേക്കാന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങിയിരിക്കാം. ഖുറാനിൽ ഒരുപാട് ശാസ്ത്ര സത്യങ്ങളുണ്ട്. അതെങ്ങനെ ഒരു ബുക്കിൽ വന്നു, അങ്ങനെ ഒരു ഗ്രന്ഥത്തിൽ വന്നു? ഒരു ഉദാഹരണം പറയൂ ശാസ്ത്ര സത്യത്തിന്. ഭൂമിയും ആകാശവും ഒറ്റ കഷ്ടമായിരുന്നു. പിന്നെ അത് വേർപെടുത്തി ബിഗ് ബാങ് തിയറി. ഏതാണ് ബിഗ് ബാങ്? ബിഗ് ബാങ് കണ്ടോളൂ, ഞാനാണ് ഭാഗ്യവാൻ. അങ്ങനെയുള്ള ശാസ്ത്രം പറയണത്. ശാസ്ത്രം എന്താ പറയുന്നത്? ശാസ്ത്രം പറയണത് ഭൂമി ആകാശം ഒറ്റ എല്ലാ ഇതൊക്കെ ഒരു കട്ടയായിരുന്നു. പിന്നെ അത് വേർപെട്ടു, ബിഗ് ബാങ് മൂലം വേർപെട്ടു എന്നാണല്ലോ പറയണത്. ബിഗ് ബാങ് അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ പറയുന്നത് പ്രകാരം മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുമല്ലോ. കാരണം 7 യൂണിവേഴ്സ് അല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. അതെ, 7 യൂണിവേഴ്സ്. എന്നുവെച്ചാ 7 യൂണിവേഴ്സേ പാടുള്ളൂ. പക്ഷെ ശാസ്ത്രം കൂടുതലാണ്. അള്ളാഹ് പറഞ്ഞാണ് 7. അപ്പൊ 7 യൂണിവേഴ്സ് ഉണ്ട്. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല, ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. അത് ശരി. അപ്പൊ ശാസ്ത്രം പറഞ്ഞത് തെറ്റാണ്. ഭൂമിയുണ്ട്. ശാസ്ത്രം പറഞ്ഞത് തെറ്റാണ്. ശാസ്ത്രം പറഞ്ഞ ഇതാണ് ശരി. എന്താണ് ഞാൻ ചോദിക്കണേ? ആകാശത്തിലുള്ള നക്ഷത്രങ്ങള്. നമ്മളിപ്പോ ആകാശത്തിപ്പോ ഉദാഹരണത്തിന് ആകാശത്തിലുള്ള നക്ഷത്രം എന്ന് പറയുമ്പോ ആകാശം എങ്ങനെ ഇരിക്കണേന്ന് പറയൂ. ഞാൻ പറയട്ടെ. ഒരു അമിട്ട് അത് മേലോട്ട് പോയിട്ട് പൊട്ടിത്തെറിക്കുമ്പോ നമുക്ക് നിറയെ ചുറ്റുപുറത്തും കുറെ പിന്നെ സ്റ്റാർസ്മാര് കാണാം. അതുമാതിരിയാണ് ഈ ലോകത്ത് ഈ നക്ഷത്രങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അതായത് അപ്പൊ തീപ്പരി പോലെയാണ് നക്ഷത്രം. തീപ്പരി അല്ല, അതായത് ഞാൻ അതൊരു ഉപമ പറഞ്ഞാണ്. അതുമാതിരിയാണ് സ്കാറ്റർ ചെയ്തിട്ടുള്ളത്. എന്താ ഷൈട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണം. ശരി, അതപ്പോ ഒരു തീപ്പരി പോലെ ഒരു സാധനല്ലേ? അതെ. അപ്പൊ അത് തീപ്പരി അല്ല, അതിനെ ഉപമിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ പറഞ്ഞ നക്ഷത്രം. ഞാൻ ചോദിച്ചത് ആകാശം എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. ആകാശത്തെ കുറിച്ച് ചോദിക്കുമ്പോ നിങ്ങൾ നക്ഷത്രത്തെ കുറിച്ചും ഗോളത്തെ കുറിച്ചും ഭൂമിയെ കുറിച്ചും പറയണ എന്തിനാ? വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഈ ഒന്നാം ആകാശത്തു നിന്നല്ലേ നമ്മള് ഈ ചെകുത്താന് ഇങ്ങനെ പെറുക്കി എറിയുന്ന നക്ഷത്രമൊക്കെ ഉള്ളത്? അതെ, ഒന്നാം ആകാശത്താണ്. അത് ഒന്നാം ആകാശത്ത് തന്നെയാണ്. അതെന്താ സാധനം? ഈ ചെകുത്താനെ പെറുക്കി എറിയുന്ന സാധനത്തിന് നമ്മൾ എന്താ പറയില്ല? ഞാൻ മറന്നു. അങ്ങനെ പറയണ്ട്. അത് ശരിക്കും ഉള്ളതാണോ? അത് പറഞ്ഞ ശരിക്കും 100% സത്യം. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ആണോ? അത് ശരി. ശരി. അതായത് ശരിക്കും നമുക്ക് അങ്ങനെ പിശാചിനെ എടുത്തറിയാം. നമ്മളല്ലാ ദൈവം പിശാചിനെ എടുത്തറിയും. പിശാചിനെ ഷൂട്ടിംഗ് സ്റ്റാർ കൊണ്ട് കഴിയും. അത് ശരി. നിങ്ങൾ എന്നെ പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടി വിളിച്ചല്ലോ? അത് പറയും. അല്ല, ഞാൻ ചോദിക്കാണ്. അവസാനം ഇത് യൂട്യൂബിൽ എത്തിക്കഴിയുമ്പോ ഞാൻ കാശ് ഒന്ന് വിളിപ്പിക്കണമെന്നൊക്കെ പറയേ. ഇങ്ങനെ മണ്ടത്തരൊക്കെ പറയണ മണ്ടത്തരം എന്നല്ല. നിങ്ങൾ വമ്പിച്ചാടായ വിൽപ്പനയും സോപ്പ് ചീപ്പ് കണ്ണാടി മുതൽ നിങ്ങളുടെ ഭവനത്തെ അലങ്കരിക്കുന്ന പ്രതിമകൾ വരെയുണ്ട്. ശാസ്ത്രം പറയുന്നത് ഇഷ്ടംപോലെ യൂണിവേഴ്സ് ഉണ്ടെന്നാണ്. മൾട്ടിപ്പിൾ യൂണിവേഴ്സസ് ആണ്. ശാസ്ത്രത്തിൽ ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റില്ലല്ലോ. ഞാൻ പറയണു 7 കൂടുതലുണ്ട്. 7 പ്രപഞ്ചം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 7 കൂടുതലുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ശാസ്ത്രം പറയട്ടെ, പക്ഷെ കണ്ടെത്തി അത് ക്ലിപ്പായിട്ട് കണ്ടെത്തിയിട്ടില്ലല്ലോ. പക്ഷെ അവസാനം കണ്ടെത്തുന്നത് അത് 7 ആയിട്ട് വരും. അത് ശരി. അങ്ങനെയാണ് അതിന്റെ കഥ. അങ്ങനെയാണ്. ഇതൊക്കെ ഏത് മദ്രസയിലാ പഠിപ്പിക്കണേ? ഞാൻ ഇത് മദ്രസയിൽ പഠിപ്പിക്കില്ല. ഞാൻ സ്വന്തമായിട്ട് ഖുർആൻ പഠിച്ചുണ്ടാക്കിയതാ. അത് ശരി. എടാ, നീ വെറുതെ ആവേശം കാണിച്ച് വള്ളി പിടിക്കില്ലേട്ടാ. അതില് ഈ പറയണൊക്കെ ഇപ്പൊ ഉള്ളതാണല്ലേ? ഈ ചെറുത്താനെ പെറുക്കി അവസ്ഥ ഒക്കെ ഉള്ളതാ. കലിമ ചെല്ലേണ്ട അവസ്ഥയല്ല ഇപ്പൊ ഞാൻ. നമ്മളിതൊക്കെ തെറ്റാന്ന് വിചാരിച്ചിട്ട് ഒരു മാനത്തിനൊക്കെ വിട്ടിങ്ങനെ പോകാനും. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഇനി ഇതേപോലെ വേറെ ഏതാണ് ശാസ്ത്രം ഉള്ളത്? ശാസ്ത്രം എന്നെ എന്തെല്ലാണ്ട് ഇനിയിപ്പോ പറയണെങ്കിൽ ചെയ്യും. മായി വെള്ളത്തിൽ നിന്ന്. അതെ അതെ. അത് ശരി. എല്ലാം വെള്ളത്തിലാണ്.
വെള്ളത്തിലാണ് എല്ലാ ഇസ്ലാമും വെള്ളത്തിലാണ്. എല്ലാ ജീവികളും സൃഷ്ടിച്ചിട്ടുള്ള വെള്ളത്തിലാണ്. ഇസ്ലാമും വെള്ളത്തിലായി അവസാനം. അത് പറയുന്നുണ്ട്, നിങ്ങളെ എല്ലാവരും വെള്ളത്തിൽ സൃഷ്ടിച്ചു. അതിൽ ചിലര് പക്ഷിയായി പറന്നുപോയി, ചിലര് ചിലര് വയറുകൊണ്ട് ഒഴുകി പോയി, ചിലര് നടന്നു. അങ്ങനെ എല്ലാ ജീവികളെയും സൃഷ്ടിച്ചത് വെള്ളത്തിനാണ് അത് പറയുന്നുണ്ട്. ഇതിപ്പോ സയന്റിഫിക് മിറാക്കിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ട് പറഞ്ഞത് ഖുറാനിലാവണ്ടേ? അപ്പോഴല്ലേ അത് മിറാക്കിൾ ആവുള്ളൂ. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല, അല്ല ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. മാത്രം സെലക്ട് ചെയ്തു. ഇപ്പൊ നിരക്ഷരനബി പറയുമ്പോൾ സത്യം ശരിയായത് മാത്രം തിരഞ്ഞെടുത്തു. ഈ മുഹമ്മദ് നബി നിരക്ഷരനാണ് എന്നുള്ളതുകൊണ്ട് എന്താ ഇപ്പൊ ഇത്ര വലിയ പ്രത്യേകത? നിരക്ഷരനായതുകൊണ്ട് നമുക്ക് ഒരു നിരക്ഷരനായ ഒരാൾക്ക് പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത്? പറയാം, മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അലക്ക ഇൻസാനം മിൻ തീൻ. അതെങ്ങനെ സത്യം? അതെങ്ങനെ മനസ്സിലാക്കി? അതെവിടെയാണ് സത്യം? ഹലോ, അതെവിടെ സത്യം? സത്യം കാരണം മനുഷ്യന്മാരെ മണ്ണിൽ, ജീവികളൊക്കെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആര് പറഞ്ഞു? നമ്മളെ ഈ പിന്നെ അപ്പൊ ആ മണ്ണിൽ നിന്നല്ലേ, തത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ഈ ആദ്യത്തെ പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടായത് മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്ന് എല്ലാ രാസവസ്തുക്കളും ഒഴിച്ചെന്നിട്ടാണ് ഈ പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടായത്. എല്ലാ ജീവജാലങ്ങളാണോ മനുഷ്യനെ മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? എല്ലാ ജീവജാലങ്ങളെയും മൊത്തം, എല്ലാ ജീവജാലങ്ങളെയും. എല്ലാ ജീവജാലങ്ങളെയാണ്, മനുഷ്യനെ മാത്രമല്ല. മനുഷ്യന് മാത്രം, എല്ലാ ജീവജാലങ്ങളെയും മണ്ണിൽ. ശരി, അങ്ങനെയാണ്. അങ്ങനെയാണ്. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ആദം നബി ആദ്യത്തെ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് ആണ്. അതിന് മുമ്പും വേറെ മനുഷ്യന്മാർ ഉണ്ടായിട്ടുണ്ട്. ഷിയാൻഡ്രോഗമൻ, അതുപോലെ തന്നെ ഹോമോ ഇറക്ടസ് വേറെ ഉണ്ട്. ഒപ്പം അതായത് ബൈ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ്. ആദം ഇതിൽ ഏതാണ്? നിയന്ത്രണത്താലായിരുന്നോ അതോ ഏതാണ്? ഹോമോ ഇറക്ടസ് ആയിരുന്നു? ആദം ഹോമോ സാപ്പിയൻസ് പെട്ട ആളായിരുന്നു. ഹോമോ സാപ്പിയൻ ആണ്. അന്ന് അവിടെ വേറെ ആരാണ്? ആദമിന് മുന്നെയാണോ വേറെ ജീവിച്ച മനുഷ്യന്മാർ? അത് ആദമിന് മുന്നെയാണോ അതോ ആദമിന് ശേഷമാണോ? ആദമിനൊപ്പം. ആദമിനൊപ്പം. ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. അപ്പൊ പടച്ചോൻ ഉണ്ടാക്കുന്ന സമയത്ത് ഹോമോ സാപ്പിയനെ മാത്രല്ല, ആദമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. കറക്റ്റ് അതെ. കൊള്ളാലോ പടച്ചോനാള് സാറാണല്ലോ. അതാണ്. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. അപ്പൊ അങ്ങനെയാണ് ഇൻസെസ്റ്റിന്റെ പ്രശ്നം വരുന്നില്ല. കാരണം അഡ്രസ് ഒന്ന് എനിക്ക് തരണം കേട്ടോ. ആ ഉസ്താദിന് എനിക്ക് അപ്പൊ തന്നെ പിടിച്ചൊരു അവാർഡ് കൊടുക്കാനാണ്. ഞാൻ പഠിക്കും, ഖുർആൻ മാത്രം നോക്കി വായിച്ചു പഠിച്ചാ. അത് ശരി. പക്ഷെ ആയത്ത് വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലല്ലേ? അതേത് സാഹചര്യമാണ്? അല്ല, അതങ്ങ് നമുക്ക് അങ്ങനെ സാഹചര്യം ഒന്നും ഞാൻ അങ്ങനെ പോണില്ല. കാരണം വെച്ചാൽ ഖുർആൻ പറഞ്ഞ ശരി. അപ്പൊ നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് ഒന്നും വേണ്ടേ? കോണ്ടെക്സ്റ്റ് വേണ്ട, എനിക്ക് കോണ്ടെക്സ്റ്റ് മനസ്സിലാവും. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയിലെ മീനാക്ഷി അല്ലയോ? ശരി, നിങ്ങൾ കോണ്ടെക്സ്റ്റ് വേണ്ടാത്ത കോയാണ്. നിങ്ങളൊരു വെറൈറ്റി ആണ്. നിങ്ങൾ ഏതാ സാധനം കൂട്ടിയിട്ട് കത്തിക്കലാണോ, പോക്കലാണോ, ആവി കൊള്ളലാണോ, എങ്ങനെയാണ്? എന്ത്? തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല. അയ്യോ, അത് നമുക്കൊരിക്കലും ഒരു മദ്രസ പൊട്ടുന്ന ഒരു നിലവാരമൊക്കെ അല്ലേ? നക്ഷത്രങ്ങൾ കൊണ്ട്, ഈ ഷൂട്ടിംഗ് സ്റ്റാർ കൊണ്ട് എറിയുന്ന പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ഭാഗത്തും സയൻസ് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് ശരി. അപ്പൊ ശരിക്കും അത് അങ്ങനെ പോണത് ഇത് ശരിക്കും ചേത്താൻ എറിയണ തന്നെയാണ് അല്ലേ? ചേത്താൻ എറിയുന്നത് നിങ്ങളത് ശരിക്കും വിശ്വസിക്കുന്നുണ്ട്? ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ശാസ്ത്രത്തിന് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ശരി. ഈ 7 ആകാശം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ? 7 ആകാശത്ത് പഠിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത ഈ നാട്ടില് ഇങ്ങനെ ഉണ്ട് ഒരു പഠിത്തം. അത് ശരി. അതുപോലെ 7 ഭൂമി ഉണ്ടെന്നാ പറയണേ. 7 ഭൂമി ഉണ്ട് പറയുന്നു. അപ്പൊ അത് എത്ര എണ്ണം ഉണ്ട്? അത് നമ്മൾ വന്നിട്ട് യൂണിവേഴ്സ് അല്ല, മൾട്ടിവേഴ്സ് ആണ്. ഈ 7 ഭൂമി എങ്ങനെ ഇരിക്കണത്? 7 ഭൂമി ഞാൻ പറയാം.
മൾട്ടിവേഴ്സ് തിയറിയാണ്. അതായത് ഈ ബിഗ് ബാങ്ങിന്റെ അപ്പൊ ഒരു ആശയം ഉണ്ടായത് മൾട്ടിവേഴ്സ് തിയറി ആണോ ഈ 7 ഭൂമി 7 ആകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഭൂമിയുള്ള അടുത്തൊരു മൈ ഗോഡ്, അതാണ് സംഭവം. അത് ശരി. അപ്പൊ നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല മോനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മൾട്ടിവേഴ്സ് എന്ന് പറയണ്ടല്ലോ, 7 യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞാ പോരെ? ഇനി മൾട്ടിവേഴ്സ് എന്ന് പറയണ എന്തിനാ? മൾട്ടിവേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച ടേമാണ് മൾട്ടിവേഴ്സ്. നമ്മള് മൾട്ടിവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാടെണ്ണം ഉണ്ട് എന്നാണ്. അതെ, ഒരുപാട് ഈ ബിഗ് ബാങ് സമയത്ത് ഒരുപാട് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ പറയുന്നത്. അതെ, അപ്പൊ അത്ര ആ പ്രപഞ്ചങ്ങളിലൊക്കെ 7 ഭൂമിയുണ്ട്, 7 പ്രപഞ്ചങ്ങളുണ്ട്. മൾട്ടിവേഴ്സ് ഉണ്ടായാലും 7 ഭൂമിയുണ്ട്. അപ്പൊ നമ്മളിത് സംഭാഷണം ഇതിൽ വരുമോ? യൂട്യൂബിൽ വരുമോ? തീർച്ചയായിട്ടും വരും. ഓക്കെ പോരെ, സമാധാനായില്ലേ? സമാധാനായി. നിങ്ങളെ നമ്മള് ഫേമസ് ആക്കി തരാം. ആയിക്കോട്ടെ. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. എന്നാലും ഞാൻ തന്ന പൈസയുടെ കണക്ക് പറയുന്നേ. കിട്ടിയില്ലേ? ഗൂഗിൾ പേ ചെയ്ത് കിട്ടിയില്ലായിരുന്ന? അല്ലേ? തമാശ. അത് ശരി, കാശാണ്, തമാശയല്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.